അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 7.5 സെന്റ് സ്ഥലത്തെ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൊട്ട് മുന്നിൽ കൂടെ ആയിട്ട് ടാറിട്ട റോഡ് കടന്നു പോകുന്നുണ്ട്. മഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽപ്പെട്ട പ്രദേശമാണ്. മഞ്ചേരി ടൗണിൽ തന്നെയാണ് ഈ വീട്. ചുറ്റുഭാഗവും നിറയെ അയൽവാസികളുണ്ട്. ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ്. വെള്ളത്തിനായിട്ട് ഈ വീട്ടിൽ സാധാരണ ഓപ്പൺ വെൽ കിണറുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഒരു സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വിലയില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള ഒരു വീട്. 2-3 തെങ്ങുകളുണ്ട്. മുറ്റത്ത് നല്ലൊരു മാവുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. സിറ്റിംഗ് ഏരിയ നല്ല ബ്ലാക്ക് തീം കളറിലുള്ള സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടും ഹാളും 16x16 സൈസുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ഫസ്റ്റ് വലിയൊരു ഹാളിലേക്കാണ്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് വരുന്നത്. അടിഭാഗം ഫുള്ള് 16x16 ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ആർച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് വേറെ കിച്ചണോട് ചാരിയിട്ട് ഒരു റൂമും കൂടെ വരുന്നുണ്ട്. ആ റൂമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 4 ബെഡ്റൂമായി. ആ കിച്ചണോട് ചാരിയിട്ടുള്ള പോർഷൻ ഞാൻ കാണിച്ചു തരാം. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം ഉണ്ട്. സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. 10x10 സൈസിൽ വരുന്ന ബെഡ്റൂമാണിത്. മുകൾ ഭാഗത്ത് റാക്കുണ്ട്. ചുമരിൽ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 കള്ളിയുടെ 2 ജനലാണ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ ബെഡ്റൂമുകൾ 3 കാവ്യാണ് ഇട്ടിട്ടുള്ളത്. റെഡ് ഓക്സൈഡാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്ത് അതേ 3 ബെഡ്റൂമിലും ചുമരിൽ അലമാരി വരുന്നുണ്ട്. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. മറ്റ് ബെഡ്റൂമുകൾ അപേക്ഷിച്ച് ഈ ബെഡ്റൂം കുറച്ചൊരു സൈസ് കുറവാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണാണ്. കിച്ചണോട് ചേർന്നിട്ടുള്ള ഒരു പാസേജ് ഏരിയ, ഒരു ഡൈനിങ് ഏരിയ. അതായത് ഈ വീട് ഫ്രണ്ട് ഭാഗത്തുള്ള വീട് ഇപ്പോൾ പുതിയതായിട്ട് പണിതാണ്. കുറച്ച് പഴക്കമുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് ഈ കാണുന്ന കിച്ചണോട് ചേർന്നിട്ടുള്ള ഈ ഒരു റൂമും ഇത് പഴയുള്ള ഒരു വീടായിരുന്നു. ഇതിനോട് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. നമുക്ക് ഇതൊരു ബെഡ്റൂം ആക്കണം എങ്കിൽ അപ്പോൾ നമുക്ക് 4 റൂമായി. ഇത് പഴയുള്ളൊരു വീടായിരുന്നു. ടെറസ് ഇട്ടതാണ്. മുകൾ ഭാഗം ടെറസാണ്. വീടിന് കുഴപ്പമൊന്നുമില്ല. ഇതിനോട് ചേർത്തിട്ടാണ് മുൻഭാഗത്ത് ഇതുണ്ടോ മുൻഭാഗത്ത് വീട് കയറ്റിയുള്ളത്. എല്ലാ ഭാഗം ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഗ്രില്ലൊക്കെ വെച്ച് ബന്ധസ്ഥാക്കിയിട്ട് നല്ല കെട്ടുറപ്പോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ മുകൾ ഭാഗം ടെറസ് അതിനോട് ചേർത്തതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പാസേജ് ഏരിയ, നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇവിടെ റാക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പുറത്തായിട്ട് ടോയ്ലറ്റ് കുളിമുറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നിലവിൽ കാവ്യമായിട്ടുള്ളത്. ഇവിടെ ഒരു കുളിമുറി വരുന്നുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. തുണികൾ അലക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിൻഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. 1-2 തെങ്ങുകൾ പിൻഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കൊക്കെ അങ്ങോട്ട് റബ്ബറാണ് വരുന്നത്. പിൻഭാഗം റബ്ബറാണ്. ഈ വീടിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബൗണ്ടറി ഒക്കെ ഫുള്ള് ക്ലിയർ ആണ്. എല്ലാ ഭാഗവും അതിനൊക്കെ ക്ലിയർ ആണ്.
ഇവിടെ കണ്ട് സൈഡിലൊക്കെ വീടുകളുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് റബ്ബറാണ് വരുന്നത്. നല്ല കായ്ഫലമുള്ള തെങ്ങൊക്കെ ഉണ്ട്. പിൻഭാഗത്ത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു മുറ്റമൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ പിൻഭാഗത്തായിട്ടുണ്ട്. 7.5 സെൻറ്റ് സ്ഥലമാണ് ടോട്ടലി ഉള്ളത്. ഇതാണ് കിണർ. കിണറിൻ്റെ അടിഭാഗം പാറയാണ്. എങ്കിൽ കൂടി ഈ വേനൽക്കാലത്തൊക്കെ കുറച്ച് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഈ കിണറ്റിലുണ്ടാവും. 7.5 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട്. വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നിൽ കാണുന്ന കിച്ചണ്, അതിനോട് ചാരിയിട്ടുള്ള ഒരു റൂമും, ഇത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ടെറസിട്ട വീടായിരുന്നു. അതിന് നേരെ ഫ്രണ്ടിലായിട്ടാണ് പുതുതായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ വീട് കയറ്റിയിട്ടുള്ളത്. 3 ബെഡ്റൂമുള്ള ഈ വീട് ഈ പഴയ വീടിനോട് നേരെ ഫ്രണ്ടിലായിട്ടാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂമൊക്കെ വരുന്നുണ്ട്. നമ്മൾ പിൻഭാഗത്തുള്ള കിച്ചണോട് ചാരിയിട്ടുള്ള റൂമും കൂടെ ആ റൂമും കൂടെ നമുക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ 4 ബെഡ്റൂമായി. വീട് കുഴപ്പമൊന്നുമില്ല. നല്ല ടെറസൊക്കെ ഇട്ട നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്. എല്ലാ സൗകര്യമുണ്ട്. സിറ്റ് ഔട്ട്, ഹാളൊക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട്. ബെഡ്റൂമുകൾ നിലവിൽ കാവ്യമായിട്ടുള്ളത്, റെഡ് ഓക്സൈഡാണ് ഇട്ടുള്ളത്. കിച്ചണിൻ്റെ പാസേജിങ് ഏരിയ ഒക്കെ നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീടാണ്. വീട് വലിയൊരു ഫ്രണ്ടത്തെ വീട് വലിയൊരു പഴക്കമൊന്നുമില്ല. മഞ്ചേരി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ. മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളുണ്ട്. 2-3 ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജ്. ഈ ഒരു വീടിൻ്റെ അടുത്തായിട്ട് മഞ്ചേരി NSS കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ മഞ്ചേരിയിൽ പ്രശസ്തമായിട്ടുള്ള NSS കോളേജ്. അതുപോലെ തന്നെ FM റേഡിയോ സ്റ്റേഷനൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കോളേജ് കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ. അപ്പോൾ ഇതിനവർ ചോദിക്കുന്ന വില 28 ലക്ഷം രൂപയാണ്. 28 ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. ഇതിപ്പോൾ ആർക്കെങ്കിലും ഒരുപാട് ആളുകൾ മഞ്ചേരി ഭാഗങ്ങളിലായിട്ട് നമ്മൾക്ക് വീടൊക്കെ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റിയ വീടുകളുണ്ടോ എന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് വരാറുണ്ട്. ഇത് അതിനെല്ലാം പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഈ വീട് വാങ്ങിച്ചിട്ട് നമുക്ക് ഒരു വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വീടൊക്കെയാണ്. മാസം 8,000 to 10,000 വരെയൊക്കെ വാടക കിട്ടുന്ന ഒരു വീടാണിത്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അതായത് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന മഞ്ചേരി ടൗണിനോട് അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. കിണറുണ്ട്. അതുപോലെ തന്നെ 7.5 സെന്റ് സ്ഥലമുണ്ട്. 4 ബെഡ്റൂമുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീടും. അപ്പോൾ അത് 28 ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സെയ്ഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മളെ ചാനലിലൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.